നമസ്കാരം. മീഡിയ വൺ ചാനലിലെ ചർച്ചയ്ക്കിടെ കെ.സി. വേണുഗോപാലിന്റെ യോഗ്യതയെ ചോദ്യം ചെയ്ത നിഷാദ് റാവത്തറുടെ നിലപാടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച എഴുത്തുകാരി സുധാ മേനോൻ രംഗത്ത്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സംഘടനാ മികവിനെയും കുറച്ചു കാണിക്കുന്നത് വസ്തുതാവിരുദ്ധവും നൈതികമല്ലാത്തതുമാണെന്ന് സുധാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസ് തകർന്നു നിൽക്കുന്ന കാലത്താണ് 7 വർഷം മുൻപ് കെ.സി. വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പാർട്ടി ഇന്നത്തെ വിജയത്തിലേക്ക് നയിച്ച പ്രേരക ശക്തി അദ്ദേഹമാണെന്നും സുധാ മേനോൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ മുന്നണി ഒന്നിപ്പിച്ചു നിർത്തിയതും സീറ്റ് വിഭജനം കൃത്യമായി പൂർത്തിയാക്കിയതും അദ്ദേഹത്തിന്റെ നയതന്ത്ര മികവാണ്. ഭാരത് ജോഡോ യാത്രകളുടെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചതും കെ.സി. തന്നെയായിരുന്നു. പയ്യന്നൂരിലെ KSU പ്രവർത്തകനായി തുടങ്ങി KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവികളിലും എത്തി. ആലപ്പുഴയിൽ ഇടതുകോട്ടകൾ തകർത്താണ് അദ്ദേഹം 3 തവണ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും എത്തിയത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ വിമത സ്ഥാനാർത്ഥി പോലുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതും ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ചതും കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലുകൾ മൂലമാണെന്നും അവർ കുറിച്ചു. വാർത്തകളിൽ നിറയാൻ വേണ്ടി പാർട്ടിയെ തള്ളിപ്പറയാത്തതും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകാത്തതുമാണോ അദ്ദേഹത്തിന്റെ അയോഗ്യതയെന്നും സുധാ മേനോൻ ചോദിക്കുന്നു. സാധാരണ പ്രവർത്തകർക്ക് പ്രിയപ്പെട്ടവനായ കെ.സി. ആൾക്കൂട്ടത്തിന്റെ നായകനായിട്ടാണ് സുധാ മേനോൻ വിശേഷിപ്പിച്ച സുധാ മേനോന്റെ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ: ഇന്നലെ മീഡിയ വണ്ണിലെ ചർച്ച കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇത് അവരുടെ ഇഷ്ടം. ഒരു വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമായ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഓരോ സ്ഥാനത്തും യോഗ്യരായ ഒന്നിലധികം നേതാക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ.സി. വേണുഗോപാലിന്റെ യോഗ്യത എന്താണ് എന്ന് ചോദ്യമുയർത്തുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആരംഭകാലം മുതൽ അദ്ദേഹം പിന്തുടർന്നു വരുന്ന ചേർത്തുപിടിക്കലിന്റെയും കേൾവിയുടെയും കരുണയുടെയും രാഷ്ട്രീയത്തെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നായും അവതരിപ്പിക്കുന്നത് നൈതികമല്ല, വസ്തുതാവിരുദ്ധമാണ്. ആ മനുഷ്യന്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തെ റദ്ദ് ചെയ്യുന്ന ഒന്നാണത്. യോഗ്യതയില്ല എന്ന് ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു നിമിഷം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കണം. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല അയാൾ പാർട്ടിയെ ദേശീയ തലത്തിൽ നയിച്ചത്. എന്നിട്ടും നഷ്ടകാലത്തെ വിഷശരങ്ങൾ എന്നും അയാൾക്ക് നേരെ മാത്രമായിരുന്നു. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാടൊട്ടുക്കും പരാജയപ്പെട്ടു നിൽക്കവെയാണ് 7 വർഷം മുൻപ് അയാൾ ആ ഭാരം ചുമലിലേറ്റിയത്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് കോൺഗ്രസുകാർ പോലും വിധി എഴുതിയെടുത്തതെന്നാണ് വിജയത്തിലേക്ക് കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച പ്രേരക ശക്തി തന്നെയായിരുന്നു സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്ന് നിങ്ങൾ അറിയണം. തന്റെ രക്തത്തിനായി കടിപിടി കൂടുന്നവർക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിലുപരിയായി ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ വീണ്ടെടുത്ത് സമർപ്പിച്ച് മൗനമായി നടന്നീങ്ങിയ ഒരാളെ കുറിച്ചാണ് അയാൾക്ക് എന്താണ് യോഗ്യത നിങ്ങൾ ആക്രോശിക്കുന്നത്. പയ്യന്നൂരിലെ KSU പ്രവർത്തകരായി തുടങ്ങി KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായ അദ്ദേഹത്തിന് മത്സരിക്കാൻ പാർട്ടി നൽകിയത് വീടിരിക്കുന്നിടത്തു നിന്നും 7 ജില്ലകൾ പിന്നിട്ട് ആലപ്പുഴയിലാണ്, അതും ഇടതുകോട്ടയിൽ. ആ കോട്ട പൊളിച്ചാണ് തുടർച്ചയായി 3 തവണ നിയമസഭാംഗമായത്. 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ ആ മന്ത്രിസഭയിൽ കെ.സി. വേണമെന്ന താല്പര്യം ആദരണീയനായ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. പിന്നീട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്തമായിരുന്നു കെ.സിക്ക് നൽകിയത്. ആലപ്പുഴ ശക്തമായ ഇടതുകോട്ടയാണെന്നും കെ.സി. ആയതുകൊണ്ട് മാത്രമാണ് ആ കോട്ട പൊളിക്കാൻ കഴിയുന്നതും എന്നുള്ളതിന്റെ തെളിവാണ് 2019 19 സീറ്റ് ജയിച്ചിട്ടും ആലപ്പുഴ തോറ്റതും 24 കെ.സി. മത്സരിച്ചപ്പോൾ തിരിച്ചുപിടിച്ചതും. ദേശീയ പ്രക്ഷോഭങ്ങളുടെ മുന്നണിയിൽ നിന്നും ജനാധിപത്യ വിശ്വാസികൾ ഊർജ്ജം പകർന്ന പോരാട്ടവീര്യം വിദ്യാർത്ഥിക്കാലം മുതൽ കെ.സി. വേണുഗോപാലിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്നാണ് കുറിപ്പ് തുടരുന്നത്. എന്തായാലും നിഷാദ് റാവുത്തർക്കുള്ള മറുപടി വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.